सर्वाणीन्द्रियकर्माणि प्राणकर्माणि चापरे आत्मसंयमयोगाग्नौ जुह्यति ജ്ഞാനദീപിതേ. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തത്പരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഇവിടെ പറയുന്നത് ജ്ഞാനദീപത, അതായത് ആത്മസാക്ഷാത്കാരം നേടുന്നതിന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു എന്നാണ്. അപ്പോൾ ശരീരവായുക്കളുടെ പ്രവർത്തനങ്ങളെ സാങ്കേതികമായിട്ട് യാന്ത്രികമായിട്ട് എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് ആ ഒരു പതാഞ്ജലി യോഗ പദ്ധതി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ഭക്തിയോഗ സമ്പ്രദായം വഴി നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. മനസ്സ് ഒരു കുട്ടിയുടെ പോലെയാണ്. ചിലപ്പോൾ അത് എന്തെങ്കിലും സ്വീകരിക്കും, ചിലപ്പോൾ അത് സ്വീകരിക്കില്ല. സങ്കല്പ വികല്പ അതാണ്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. യോഗാഭ്യാസത്തിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഭഗവാൻ അർജുനനോട് പറയുമ്പോൾ അർജുനൻ പറയുന്നതാണ്, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദീബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവസു ദുഷ്കരം. അതായത് മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. അതുകൊണ്ട് അർജുനൻ പറയാണ് ഭഗവാനോട്, കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തതിനേക്കാൾ പ്രയാസമാണ് എന്ന് തോന്നുന്നു എന്ന്. അപ്പോൾ കഠോപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്, ഭൗതിക ദേഹമാകുന്ന വിധത്തിലെ തേരാളിയാണ് ജീവാത്മാവ്. ബുദ്ധി അതിനെ നയിക്കുന്ന സാരഥിയും മനസ്സ് കടിഞ്ഞാണും ഇന്ദ്രിയങ്ങൾ കുതിരകളുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സമ്പർക്കത്താലാണ് നമ്മുടെ ജീവിതത്തിൽ പല സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിവുള്ളവർക്ക് അറിയാം ഈ മനസ്സാണ് ബുദ്ധിക്ക് വഴികാട്ടേണ്ടതെന്ന്. പക്ഷേ പലപ്പോഴും ആ ഒരു വാശിയും ബലം കൊണ്ട് മനസ്സെപ്പോഴും ബുദ്ധിയെ കീഴടക്കുന്നു. അപ്പോൾ ആഞ്ഞടിക്കുന്ന കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനെക്കാട്ടും പ്രക്ഷുബ്ധമാണ്. അപ്പോൾ ആ ഒരു ആഞ്ഞടിക്കുന്ന കാറ്റിനെ പോലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ അതിനെക്കാട്ടും പ്രക്ഷുബ്ധമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ അതിലുമധികം പ്രയാസമാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. അപ്പോൾ അർജുനൻ എന്ന് പറയുന്നത് ഇത്രയും വലിയ ആ ഒരു മഹത് തേരാളിയും അത്രയും വലിയ ഭക്തനും ഭഗവാന്റെ സുഹൃത്തുമൊക്കെ ആയിട്ട് അർജുനന് പോലും അത് സാധിക്കുന്നില്ല മനസ്സിനെ പിടിച്ചു നിർത്താൻ. പിന്നെ സാധാരണ ഒരു ജീവാത്മാവായ നമ്മുടെ കാര്യം അതിലും ദുഷ്കരമാണ് എന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ഹരേ കൃഷ്ണ എന്നൊരു മന്ത്രത്തിന് മാത്രമാണ്, ആ ഒരു മന്ത്രമാണ് ഏറ്റവും മനോനിയന്ത്രണത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞ വഴി എന്നത്. അപ്പോൾ പറയുന്നുണ്ട്, സവൈ മനഃകൃഷ്ണ പാതാരവിന്ദയോ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലും എളുപ്പമായിട്ടൊരു മാർഗം ഇല്ല. അപ്പോൾ തൻ്റെ മനസ്സ് പൂർണ്ണമായും ആ ഭഗവാനിൽ അർപ്പിക്കുക, എന്നാൽ മാത്രമാണ് മനസ്സിനെ അലട്ടുന്ന വിഷമങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ യാന്ത്രികമായിട്ട് നമുക്ക് മനസ്സിനെ ഒരിക്കലും പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചൈതന്യ ചൈതാമൃതത്തിൽ പറയുന്നുണ്ട്, അത് ശ്രീകൃഷ്ണ നാമാദി നഭവേ ഗ്രാഹ്യം ഇന്ദ്രിയാത് സേവനോമുഖി ജിഹ്വാദു സ്വയം ഏവ സ്ഫുരാത്തി അധഃ. അതായത് ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് ഭഗവാന്റെ ആ പുണ്യനാമം, രൂപം, ഗുണം, ലീലകൾ എന്നിവയൊന്നും നമുക്ക് വിലമതിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ബന്ധാത്മാവ് ആ ഒരു കൃഷ്ണാബോധത്തിലേക്ക് ഉയർന്ന് വന്ന് നാവ് ഉപയോഗിച്ച് ഭക്തിയുദ്ധ സേവനങ്ങൾ ചെയ്ത് തുടങ്ങുന്നതാണ്. അതായത് നാവിൽ ഫസ്റ്റ് പറയേണ്ടത് ഭഗവാന്റെ ആ പുണ്യനാമം ജപിക്കുക എന്നുള്ളത്, പിന്നെ പറയേണ്ടത് ഭഗവാന് സമർപ്പിച്ച ഭഗവത് പ്രസാദങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ നാമം ജപിക്കുകയും ഇങ്ങനെ ഭഗവത് പ്രസാദം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ ആ ഭൗതികമായ നമ്മുടെ മാലിന്യത്തിൽ നിന്നൊക്കെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾക്ക് ഭഗവാൻ ആരാണെന്ന് നമുക്ക് പതുക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ജിഹ്വ എന്ന് പറയുന്നത് നാവാണ്. അപ്പോൾ ജിഹ്വയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ നാവിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടതെന്നാണ് പറയുന്നത്. കാരണം നാവിൽ നിന്ന് ആരംഭിച്ചാണ് നമ്മൾ ആ ഇന്ദ്രിയങ്ങളുടെ ദാസരായി മാറുന്നത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം കഴിക്കുന്നു, അപ്പോൾ
മറ്റിന്ദ്രിയങ്ങൾക്ക് അപ്പോൾ നാവിൽ നിന്ന് നമ്മൾ തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് മറ്റിന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാന് സമർപ്പിക്കാതെ അല്ലെങ്കിൽ ഭഗവാനെ അർപ്പിക്കാതെ ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന്. കാരണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് വേണ്ട. അപ്പോൾ ഭഗവാനല്ലാതെ ഇപ്പോൾ നല്ല വലിയ ഭക്തരെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഭഗവാനെക്കുറിച്ചല്ലാതെ ഒന്നും അവർ ചെയ്യില്ല, ഭഗവാന് വേണ്ടിയാണ് അവരെപ്പോഴും ജീവിക്കുക. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ ആ യോഗയുടെ ഏറ്റവും വലിയ ടോപ്പ് പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നു. അപ്പോൾ ഭക്തി വിനോദ ഠാക്കൂർ പറയുന്നതും കൃഷ്ണ ഭാരതോയമായി കോരി ബാരെ ജിഹ്വാജായ് സ്വപ്രസാദാനോ ദിലോബായ് എന്നാണ്. അപ്പോൾ ഈ ഭൗതിക ശരീരം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഭൗതികമായിട്ടൊരു അജ്ഞതയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ മാരകമായ ശത്രുക്കൾ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആത്മാവിനെ, നമ്മുടെ ആ ആത്മാവിനെ ഭൗതികതയുടെ ആ ഒരു ഇന്ദ്രിയ സുഖങ്ങൾക്ക് എറിയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ നാവാണ് അതിൽ ഏറ്റവും ആർത്തിയുള്ളതെന്ന് പറയുന്നത്. കാരണം ദുഷ്കരം എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്ത് നാവിനെ കീഴടക്കുക എന്ന് പറയുന്നത് അത്രയും പ്രയാസമാണെന്നാണ് പറയുന്നത്. ഭക്തിവിനോദ ഠാക്കൂർ പറയുന്നത് അദ്ദേഹം ഒരു ഗൃഹസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് ശരീര അവിദ്യാജാൽ, ഈ ശരീരം, ഈ ഭൗതിക ശരീരം അജ്ഞതയാണ്, അവിദ്യാജാൽ, അതാണ് പറയുന്നത് ശരീര അവിദ്യാജാൽ. അപ്പം അതിങ്ങനെ ഒരു ശൃംഖല പോലെ, അതായത് നമ്മളിപ്പോൾ ഒരു വലയിലിട്ട് നമ്മൾ കെട്ടി ഈ ബന്ധിച്ച് സമുദ്രത്തിലേക്ക് എറിയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു ശുദ്ധാത്മാക്കൾ ഈ ഭൗതിക ശരീരത്തിൻ്റെ ആ ഒരു ശൃംഖലയിലാണ്, ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ഒരു അജ്ഞതയുടെ സമുദ്രത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എറിഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ പുറത്ത് കടക്കാം, ഈ സമുദ്രത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം എന്നൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയേണ്ട മമൈവാംശോ ജീവലോകി ജീവഭൂതസനാതനം മനഃഷ്ഠേന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തുള്ള എല്ലാവരും, എല്ലാ ജീവസത്തകളും ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. അപ്പോൾ ഈ ഒരു ബന്ധമായ ജീവിതം നമ്മൾ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ മനസ്സ് ഉൾപ്പെടെയുള്ള ആ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനെ മറന്നുപോയി, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദുഷ്കരമായ അവസ്ഥയിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അശുദ്ധമാണ്. അപ്പോൾ ആ ഒരു അശുദ്ധമായ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവും ആ ഒരു അശുദ്ധം തന്നെയാണ്. അപ്പോൾ ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതാണ് ശ്രീകൃഷ്ണ നാമാദി എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ശ്രവണമാണ്. അപ്പോൾ ആ ഒരു ഭക്തിമാർഗത്തിൻ്റെ ഏറ്റവും തുടക്കത്തിൽ പറയുന്നത് ശ്രവണത്തിൻ്റെ ആ ഒരു പ്രാധാന്യമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് ശ്രീകൃഷ്ണനാമാദി നവവേദ് ഗ്രഹണം ഇന്ദ്രിയത്. അപ്പോൾ ആ ഒരു മൂർച്ചയുള്ള ഇന്ദ്രിയങ്ങളെ, ഈ ഭൗതിക ഇന്ദ്രിയങ്ങളെ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ആ ഒരു ജപത്തിൽ എത്തിയാലാണ് നമുക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമുക്കിപ്പോൾ ഇതിലേക്ക് നമുക്കിപ്പോൾ ഭഗവാനോടൊരു അടുപ്പമില്ല, അങ്ങനെ ആ ഒരു ഇന്ദ്രിയ സംതൃപ്തിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ നാമം ജപിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ശല്യമായിട്ടാണ് തോന്നുക. നമ്മുടെ ആ ഒരു ഇന്ദ്രിയങ്ങളെ ആ ഒരു പവറാണ് അവിടെ നമ്മൾ ഭൗതികതയ്ക്ക് നമ്മളെ ആ ഒരു ഈ ഒരു ആസ്വാദനത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത് ചതുർവിധ ഭജതേമ ജനാ സുഹൃദിനോർജുന ആർത്തോ ജിജ്ഞാസുര ധാത്തി ജ്ഞാനീച്ച പ്രദർശനം. അതായത് ഭഗവാൻ പറയുന്നുണ്ട് സുഹൃതികളായ 4 കൂട്ടരാണ് ഭഗവാനെ ഭജിക്കുന്നത്. ഒന്ന് ദുഃഖിതർ, പിന്നെ ധനകാംക്ഷി, പിന്നെ ജിജ്ഞാസു, പിന്നെ പരമസത്യത്തെ അന്വേഷിക്കുന്ന ഒരു ജ്ഞാനി. പിന്നെ അത് കഴിഞ്ഞിട്ട് 9ാമത്തെ അധ്യായത്തിലും പറയേണ്ടത് സതതം കീർത്തയന്തോമ യഥന്റഞ്ച ദൃഢവ്രത നമസ്യന്തഞ്ച മാം ഭക്തിയ നിത്യയുക്ത ഉപാസതയെന്ന്. അതായത് എല്ലായ്പ്പോഴും എൻ്റെ കീർത്തനങ്ങൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ ഭഗവാന്റെ മുന്നിൽ എപ്പോഴും പ്രണമിച്ചും അങ്ങനെ ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യണവർ, അങ്ങനെയുള്ള മഹാത്മാക്കൾ അങ്ങനെ ഭഗവാനെ നിരന്തരം ഭക്തിയോടുകൂടി ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. ചൈതന്യ ചൈതാമൃതത്തിൽ ഇപ്പോൾ പറയുന്നുണ്ട് ത്രനാദപി സുനിശ്ചിതേന തരോർ ഇവ സഹിഷ്ണുന അമാനിനം മനാധേന കീർത്തനേഹ സദാഹരിഹി. അതായത് ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പുല്ലിനേക്കാൾ താഴ്ന്നവനും മരത്തേക്കാൾ സഹിഷ്ണുതയുള്ളവനും
അങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊരു ബഹുമാനം പ്രതീക്ഷിക്കാണ്ടും എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുകയും വേണം. അങ്ങനെയുള്ളൊരു ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഭഗവാന്റെ പുണ്യനാമം എളുപ്പത്തിൽ ജപിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പുല്ലിനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം എല്ലാവരും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പുല്ലിനെ നമ്മളെല്ലാവരും ചവിട്ടി മരിക്കുകയാണ്. പക്ഷേ അത് വിചാരിച്ച് പുല്ലൊരിക്കലും പ്രതിഷേധിക്കാൻ പോകണില്ല ആരോടും. അപ്പോൾ ഒരു ആത്മീയ ഗുരുവോ നേതാവ് അങ്ങനെയുള്ള ഒരാളുടെ സ്ഥാനത്തെക്കുറിച്ച് അപമാനിക്കരുത് എന്ന് നമ്മൾ പറയാണ്. അപ്പോൾ ഒരു സാധാരണ ആളുകളുടെ അങ്ങനെ ഭയങ്കര ഒരു എളിമ, ആ ഒരു വിനയം നമുക്ക് വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ചൈതന്യ മഹാപ്രഭു പറയുന്ന പോലെ നമ്മൾ ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മലിനമായതിനാൽ നമുക്ക് ഭഗവാന്റെ ആ വിശുദ്ധ നാമം എന്താണ് എന്ന് മനസ്സിലാക്കാനോ അത് കേൾക്കാനോ ഒന്നിനും നമുക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഭഗവാനെ ഒരിക്കലും മനസ്സിലാക്കാനും സാധിക്കില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ പറയുന്നത് സേവോന്മുഖി ജിഹ്വത്. അതായത് ആദ്യം നമ്മൾ നാവിനെ ആ ഒരു ഭഗവത് സേവനത്തിലേക്ക് ഉൾപ്പെടുത്തണം. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ആ ഒരു ഭഗവത് സാക്ഷാത്കാരം നാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മൾക്കറിയാം നമ്മളെല്ലാവരും ഇപ്പോൾ ആ ഒരു ഗോദാസരാണെന്നാണ് പറയുന്നത്. കാരണം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും മേലിൽ പൂർണ്ണ നിയന്ത്രണമുള്ള ഒരാളെയാണ് ഗോസ്വാമി അല്ലെങ്കിൽ ഗോസാണി എന്നും പറയും. അപ്പം അത്തരം നിയന്ത്രണം ഇല്ലാണ്ട് ഗോദാസനാണ്. കാരണം അവർ ഇന്ദ്രിയങ്ങളുടെ ദാസൻ. അപ്പം നമ്മളെല്ലായ്പ്പോഴും ഈ ഭൂമിയിൽ ദാസന്മാർ തന്നെയാണ്. ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. അതാണ് ആ ഒരു മനുഷ്യൻ്റെ ഇത്. അപ്പം നമ്മൾ ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദാസൻ എന്നൊരാൾക്ക് ഒരിക്കലും ഒരു ആത്മീയ ഗുരു ആവാൻ സാധിക്കില്ല. അപ്പോൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളുടെയും മേൽ യഥാർത്ഥമായിട്ടുള്ള ഒരു നിയന്ത്രണമുള്ള ഒരാൾക്കാണ്, അങ്ങനെയുള്ള ആൾക്കാണ് ആത്മീയ ഗുരു ആവാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരാളെയാണ് ഗോസ്വാമി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഈ ഇന്ദ്രിയങ്ങളുടെ സേവകരായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഭൗതിക ലോകത്തിലെ ആ ഒരു പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം അവരവരുടെ ഇന്ദ്രിയങ്ങളുടെ മാത്രം സേവകരായി മാറുക എന്നാണ് ഈ ഒരു ഭൗതിക ലോകവും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ദുഃഖാലയത്തിൽ എങ്ങനെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ എപ്പോഴും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ബുദ്ധിമാനായ ഒരാൾ പക്ഷെ അത് മനസ്സിലാക്കുന്നു. അയാൾ ആലോചിക്കും ഞാൻ എന്താണ് ചെയ്യുന്നത്. കാരണം ഒരാളിപ്പോൾ വിചാരിക്കുക ഞാനൊന്നില്ലെങ്കിൽ ഈ കുടുംബത്തിലെ ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം എപ്പോഴും നമ്മൾ ഇന്ദ്രിയങ്ങൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ സ്വയം തൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിലെ ആളാണെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മളിപ്പോൾ ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യണ സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ജീവിതം ഫുള്ള് നമ്മളിങ്ങനെ ഒരു ദാസർ എന്നൊരു ഇതിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ സേവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മളപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ സേവിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ വിചാരം നമ്മളാണ് എല്ലാത്തിൻ്റെയും ആ ഒരു നമുക്ക് ഭയങ്കര കൺട്രോളാണ്, നമ്മളെല്ലാത്തിൻ്റെയും യജമാനന്മാരാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോൾ ആ ഒരു മിഥ്യ നമ്മൾക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ ആ ഒരു അറിവിൻ്റെ ഇതിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഞാൻ എന്താണ്, കാരണം ഞാൻ ഇന്ദ്രിയങ്ങളെ സേവിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു അറിവും അങ്ങനെ ഒരു ചിന്തയൊക്കെ നമുക്ക് ആ ഒരു സ്റ്റേജിലെത്തിയാൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനമാമം പ്രപദ്യതേ വസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. അതായത് ഒരു അസംഖ്യം ജന്മമരണങ്ങൾക്ക് ശേഷമാണ് ജ്ഞാനിയായ ഒരു വ്യക്തി സർവജ്ഞാനാകുന്നത്. കാരണം അങ്ങനെ എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനും സർവ്വവ്യാപിയും ഭഗവാനാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ച് അയാൾക്കപ്പോൾ അസംഖ്യം ജനനമരണങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരാൾക്ക് ആവാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ ദുർലഭമാണ് എന്നാണ് ഭഗവാനും പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നിരവധി ജന്മങ്ങൾ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളിങ്ങനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്.
നമ്മൾ സ്വയം നമ്മുടെ ജീവിതവും സമയവും ഒക്കെ വെറുതെ പാഴാക്കുകയാണ്. അതാണ് ബഹൂനാം ജന്മനാമന്തി. അപ്പോൾ അത്രയും കാലം നമ്മൾ ഇത്രയും നാളുകളായിട്ട് ഇത്രയും ജന്മങ്ങളായിട്ട് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ തന്നെയാണ് തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, രാജ്യം, അങ്ങനെ നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സംതൃപ്തിക്കായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത് കാമാധീനാം കതിന പാലിത ദുർനിശ. അതായത് പറയുന്നുണ്ട് ഈ രീതിയിൽ ഞാൻ സമയം പാഴാക്കുകയാണ്, ഗോദാസനായിട്ട് ഞാൻ എൻ്റെ സമയം ഇങ്ങനെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും അങ്ങനെ നമ്മളിങ്ങനെ പരമാവധി തൃപ്തിപ്പെടുത്താൻ നോക്കണം. കാമാധീനാം കതിന, അതായത് അതാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഇന്ദ്രിയങ്ങൾക്കൊരിക്കലും നമ്മളോടൊരു കാരുണ്യമൊന്നുമില്ല. കാരണം നമ്മൾ എത്ര തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു കരുണയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ആ ഒരു കാരുണ്യമില്ല. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ അവയെ ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇത്രയും നാൾ ഞാൻ ഈ ഇന്ദ്രിയങ്ങൾ ഇത്രയും ജന്മങ്ങളായിട്ട് ഇത്രയും കാലങ്ങളായിട്ട് ഞാൻ ഈ ഇന്ദ്രിയങ്ങളെയാണ് സേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയപ്പോൾ ഭഗവാനെ ഞാൻ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതാണ് ആ ഒരു സ്റ്റേജാണ് ഞാൻ ദീപതി എന്ന് പറയുന്നത്, ആ ഒരു അറിവ്. കാരണം എൻ്റെ ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെ, എൻ്റെ കുടുംബത്തിൽ, അങ്ങനെ നമ്മൾ ഒരുപാട് തൃപ്തിപ്പെടുത്തിയിട്ടും ആ ഒരു സന്തോഷം നമുക്കില്ല. കാരണം നമ്മൾ വിചാരിക്കുമെങ്കിലും കുറച്ച് സന്തോഷം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ശരിക്കും നമുക്ക് ആ ഒരു ശരിക്കുള്ളൊരു സന്തോഷം നമുക്ക് കിട്ടണില്ല. ഭൗതികമായിട്ടൊരു ക്ഷണികമായ എന്തോ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നല്ലാണ്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു സന്തോഷങ്ങളും ആ ഒരു ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാനിലേക്ക് വന്ന് ഭഗവാന്റെ ആ ഒരു കാര്യങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്താൻ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു ജ്ഞാനം, അതാണ് നമ്മുടെ ആ ഒരു ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജീവിതാന്ത്യം വരെ നമ്മൾ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു യഥാർത്ഥ അറിവ് ലഭിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു അറിവ്, അതാണ് ജ്ഞാനദീപത എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ അറിവ്. അപ്പോൾ ഭഗവാനും പറയുന്നുണ്ട്, നീ ഇന്ദ്രിയ സംതൃപ്തിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന് കീഴടങ്ങാൻ ഭഗവാൻ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എന്നാൽ മാത്രമാണ് നമുക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സംതൃപ്തി കിട്ടില്ല. കാരണം ആ ഒരു ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം അതിൻ്റെ ആ ഒരു ആഗ്രഹങ്ങളും മോഹങ്ങളും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അത് കൂടിക്കൊണ്ടേനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യാന്നല്ലാണ്ട് അതിനൊരു എൻഡിങ് ഇല്ല. അപ്പോൾ അതിന് നമുക്കൊരിക്കലും ഒരു സന്തോഷം ലഭിക്കില്ല. ഭഗവത്ഗീതയിലും വേണ്ട അവ്യക്തം വ്യക്തി മാപന്നം മന്യതേ മാമ ബുദ്ധയ പരംഭാവം ജാനന്തോ മാമാവ്യയമാനുത്തമം. അപ്പോൾ പരമദിവ്യത്വം പുരുഷനായ ഭഗവാൻ അവ്യക്തിഗതനായിരുന്നു എന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും ഭഗവാനെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ കരുതുന്നു. പക്ഷേ ആ അക്ഷയവും അത്യുന്നതവുമായ ഭഗവാന്റെ ആ ഒരു ഉത്കൃഷ്ട സ്വഭാവത്തെ പറ്റി അല്പജ്ഞാനികൾക്ക് അറിഞ്ഞുകൂടാ. കാരണം ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്ത് ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് സംതൃപ്തി കിട്ടുകയാണ്. ഭഗവാൻ തൃപ്തിപ്പെടുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും സംതൃപ്തി കിട്ടും. അതാണ് ശരിക്കുള്ള ആ ഒരു ജീവിതം. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് നമ്മൾക്ക് ജീവിതത്തിൽ വിജയകരമാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനും അതന്നെയാണ് പറയുന്നത്. ഈ മഹാത്മാനാനി അസ്തു മാംഭാത്ത ദൈവീം പ്രകൃതിം ആശ്രിത ഭജന്ത്യ നന്യമനസോ ജ്ഞാത്വാ ഭൂതാദിം അവ്യയം. ഭഗവാൻ അർജുനോട് പറയുന്നത് ഈ വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതമാണ്. കാരണം അവർക്കറിയാമെന്ത് സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയനുമായ പരമപുരുഷൻ ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെപ്പോഴും ഭക്തിപൂർവം എൻ്റെ സേവനത്തിൽ മുഴുകുന്നു. അപ്പോൾ ഭഗവാന് സ്വയം സമർപ്പിക്കുന്ന ഒരാൾ ആ ഒരു ഭഗവാന് സമർപ്പിക്കുന്ന ആ ഒരു നിമിഷം തന്നെ ആ ഭൗതിക പ്രകൃതിയുടെ ഈ റൂൾസിനും ഭൗതിക പ്രകൃതിയുടെ നമ്മളെ കൺട്രോൾ ചെയ്യണ അപ്പം അതിൽ നിന്നൊക്കെ ഭൗതിക പ്രകൃതിയുടെ എല്ലാ ഒരു ബന്ധനത്തിൽ നിന്നും നമ്മൾ മുക്തരാവാണ്. അപ്പോൾ ആ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകണമെങ്കിൽ ഭഗവാന് സമർപ്പിച്ച ഒരാൾക്ക് മാത്രമാണ് കഴിയുള്ളൂ. അതുകൊണ്ട് മാംചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്വ തൈതാൻ ബ്രഹ്മഭൂതായ കൽപ്പത. അപ്പോൾ
ഏത് പരിസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളായാലും ഈ സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം എന്നൊക്കെ പറയുന്നതായാലും അതും ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ്. അപ്പോൾ ഈ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്ക് ഈവൻ നമ്മളിപ്പോൾ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാലും സത്വഗുണം ആണ് നമ്മൾ പറയാം. അപ്പോൾ ആ ഒരു ഗുണത്തിനും മുകളിലേക്ക് പോകണം എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ശുദ്ധ സത്വഗുണത്തിലേക്ക് എത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ ആ ഒരു ഈ ഭൗതിക പ്രകൃതിയുടെ ബന്ധനങ്ങളിൽ നിന്ന് ശരിക്കും നമ്മൾ മുക്തരാകുള്ളൂ. അപ്പോൾ ആ ഒരു ശുദ്ധ സത്വഗുണത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഭഗവാന്റെ ആ ഒരു ഭക്തർക്ക് മാത്രം സാധിക്കുന്നതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ശുദ്ധ സത്വഗുണത്തിലേക്ക് എത്തി ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യാണ്. അങ്ങനെ ആ ഒരു വൈഷ്ണവരായി മാറി അങ്ങനെ ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഈ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തരാകുകയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം ശുദ്ധമാക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുക, അതിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളത് പറയുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് പരാജയപ്പെടും എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന യോഗ സമ്പ്രദായം പതഞ്ജലി യോഗ സമ്പ്രദായമാണ്. പക്ഷേ എങ്കിലും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ കൃത്രിമമായിട്ട് നിയന്ത്രിക്കുക എന്നാൽ ഒരിക്കലും അത്ര വിജയകരമാവുന്ന ഒരു പ്രവൃത്തിയല്ല എന്നാണ് പറയേണ്ടത്. കാരണം ഇന്ദ്രിയങ്ങൾ ഭയങ്കര ശക്തമാണ്. അപ്പോൾ അത് അവസരം ലഭിച്ചാലുടൻ വീണ്ടും അത് പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാവണ കാര്യമല്ല. അപ്പോൾ ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്ത് ഭഗവാന് വേണ്ടി ഭക്തിയുടെ സേവനങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്കത് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഇന്ദ്രിയങ്ങളുടെ തന്നെ നാഥൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനായ ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് വേണ്ടിയുള്ള സേവനത്തിലൂടെ മാത്രമാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. ഭഗവാൻ തന്നെ ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ നോക്കുകയാണെങ്കിൽ അർജുനന് ഒരുപാട് യോഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാം, ധ്യാനയോഗം, കർമ്മയോഗം, അങ്ങനെ ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഭഗവാൻ പറയുന്നുണ്ട് എല്ലാ യോഗയിലും വെച്ച് ഏറ്റവും ഉന്നതിയിലുള്ളത് ആ ഭക്തിയോഗം തന്നെയാണ്. അതുപോലെ ഭഗവാന്റെ ആ സേവനങ്ങൾ ചെയ്യുന്ന ഭഗവാന്റെ ആ ഒരു അത്രയും ആ ഒരു ശുദ്ധ ഭക്തനാണ് എല്ലാ യോഗികളിലും വെച്ച് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന് വേണ്ടി ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുക എന്നല്ലാണ്ട് ഒരിക്കലും നമുക്ക് കൃത്രിമമായിട്ട് എന്ത് ചെയ്താലും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഹരേ കൃഷ്ണ.